Okay. എപ്പോഴും കാണാൻ പറ്റുന്ന സ്ക്രീന് ബ്രേക്ക് ആയി പോകും അല്ലെങ്കിൽ ഡിസ്പ്ലേ അറിയിക്കണം കേട്ടോ. ഡിസ്പ്ലേ കാണാൻ പറ്റുന്നില്ലേ പ്രസന്റേഷൻ കാണാൻ പറ്റും? യെസ്, കാണാൻ പറ്റുന്നല്ലോ. ഓക്കെ ഓക്കെ. അപ്പോ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പം കുറെ ടൈപ്പ് പ്ലോട്ട്സ് ഉണ്ട്. സാധാരണ നമ്മുടെ ഡേറ്റ എടുത്തിട്ട് എക്സ് വൈ പ്ലോട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന പോലത്തെ പ്ലോട്ട്സ്, പിന്നെ വേറെ ബാർ പ്ലോട്ട്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ടൈപ്സ് പ്ലോട്ട്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പൈത്തൺ വെച്ച് ചെയ്യാന്നുള്ളതാണ് മെയിൻ എയിം. ഓക്കെ. അപ്പം നമ്മുടെ ഡേറ്റ നേരത്തെ ചെയ്തതുപോലെ numpy array വെച്ചാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് numpyയുടെ പാക്കേജ് വേണം. ഇപ്പൊ numpy എന്നുള്ള പാക്കേജ് ഇമ്പോർട്ട് numpy എന്നുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാണ്. അതിന് ഒരു നെയിം കൊടുക്കുകയാണ് np എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ matplotlib എന്ന് പറഞ്ഞ പാക്കേജും വേണം. matplotlib pyplots എന്ന് പറഞ്ഞൊരു സബ് പാക്കേജ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതും ഇമ്പോർട്ട് ചെയ്യണം. അത് ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ രണ്ട് പാക്കേജസ്, ആദ്യത്തെ പാക്കേജസ് നമുക്ക് അറേസ് ഉണ്ടാക്കാനാണ്. രണ്ടാമത്തെ പാക്കേജ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ, നമുക്ക് വേണ്ട പ്ലോട്ട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പാക്കേജ്. ഇനി ആദ്യമായിട്ട് ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് നമ്മളിപ്പം സിഗ്നൽസിലൊക്കെ പഠിച്ചിട്ടുള്ള, അതായത് നമുക്കൊരു ടൈം ഇൻഡെക്സ് ഉണ്ട് n=0 1 2 3. അതേപോലെ നമുക്ക് ആ n=0 ഒരു വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, n=1 ഒരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോ നമുക്ക് അപ്പൊ ആദ്യത്തെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ ആദ്യം സിഗ്നൽസിൽ ചില ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ സിഗ്നൽ പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള സിഗ്നൽസ് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് നമുക്ക് ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള സാമ്പിൾ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം, ഈക്വലി സാമ്പിൾഡ് ആയിട്ടുള്ള ടൈം, ഫോർ എക്സാമ്പിൾ ടൈം t=0 ഒരു വാല്യൂ, t=1 ഒരു വാല്യൂ, t=2 ഒരു വാല്യൂ, അങ്ങനെ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കമാൻഡ് ഉപയോഗിക്കാം. numpy പാക്കേജസിനകത്ത് ലീനിയർ സ്പേസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ആർഗ്യുമെന്റ് ഇനിഷ്യൽ വാല്യൂ എവിടെയാണ്, ഓക്കെ. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വാല്യൂ ഏതാണ്. പിന്നെ തേർഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര സാമ്പിൾസ് നമുക്ക് വേണം. ഓക്കെ. അപ്പൊ ഞാനിപ്പം കൊടുത്തിരിക്കുന്നത് 0 to 2π, ഓക്കെ, 2 np.π എന്ന് പറഞ്ഞാൽ പൈ ആണ്. ഓക്കെ. അപ്പം 0നും 2πക്കും ഇടയ്ക്കുള്ള 41 പോയിന്റ്സ്, ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുക. അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുക. അത് കാണാൻ പറ്റുന്നില്ല പ്ലോട്ട് എഴുതിയിരിക്കുന്നത്. ഫോണ്ട് സൈസ് കൂട്ടണം, കാണാൻ ഫോണ്ട് സൈസ് ആക്കണം, കാണാൻ പറ്റുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ, ഫോണ്ട് സൈസ് ഓക്കെ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ സ്പേസ് എന്ന് പറഞ്ഞാൽ ലീനിയർലി സ്പേസ് 0 ഇനിഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ, അതിനിടയ്ക്കുള്ള നമ്പർ ഓഫ് പോയിന്റ്സ് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. ആ നമ്പർ ഓഫ് പോയിന്റ്സ് ആണ് തേർഡ് ആർഗ്യുമെന്റ്. 41 കൊടുത്തു കഴിഞ്ഞാൽ 41, 0ക്കും 2πക്കും ഇടയ്ക്കുള്ള 41 പോയിന്റ്സ്, ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ജനറേറ്റ് ആണ്. ഓക്കെ. വേണമെങ്കിൽ നമുക്കത് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്താ പൈത്തൺ temp.py ചെയ്ത. ഓക്കെ. സോ നോക്കുകയാണെങ്കിൽ 140 പോയിന്റ്സ് ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വാല്യൂ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വാല്യൂ 0 ആണ്. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 6.28 എന്ന് പറയുമ്പോൾ 2π 2 × 3.14 അങ്ങനെയാണ് 6.28. അപ്പൊ 6.28 വരെ 41 പോയിന്റ്സ് ജനറേറ്റ് ആവും.
ഓക്കെ. സോ അങ്ങനെ നമുക്ക് എന്താണ് ഈ ലീനിയർ നമ്മുടെ ടൈം, ഫോർ എക്സാമ്പിൾ ടൈം ആണെങ്കിൽ ടൈം നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നതനുസരിച്ച്, എത്ര പോയിന്റ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് അതനുസരിച്ച് നമുക്ക് കൂടുതൽ റെസൊല്യൂഷനിൽ നമുക്ക് ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് നമുക്ക് നമ്മുടെ വൈ പ്ലോട്ട് വെച്ചാൽ നമ്മുടെ ടൈം അനുസരിച്ച് എങ്ങനെയാണ് സിഗ്നൽ ബിഹേവ് ചെയ്യുന്നത്, അതാണ് നമുക്ക് ഇത് ചെയ്യാൻ. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഡീക്കേയിങ് സിഗ്നൽ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എക്സ്പോണൻഷ്യൽ ആണെന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് എൻ പി ഡോട്ട് എക്സ്പി. ഇതെന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ സിഗ്നൽ റേസ് ടു -x. ഓക്കെ, എക്സ് എന്തായിരിക്കും? എക്സ് 0, 1, 0. ഈ എക്സിൽ ഈ അറയാണ്. ഓക്കെ, ബേസിക്കലി എക്സിൽ 41 പോയിന്റ്സിന്റെ അറയാണ്. അപ്പോൾ ഓരോ പോയിന്റും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ വൈ നമുക്കൊരു അറ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഇത് പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലാണ്. അതായത് ടൈം t = 0, t = 1, t = 2, അങ്ങനെ ആ ടൈം ഇൻസ്റ്റൻസിന് മാത്രം വാല്യൂസ് ഡിഫൈൻ ചെയ്തിരിക്കും. അപ്പൊ അങ്ങനത്തെ സിഗ്നൽസ് അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റെം പ്ലോട്ട് എന്ന് പറഞ്ഞ പ്ലോട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെം പ്ലോട്ട് എന്താ ചെയ്യുക? നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടൈം ഇൻഡെക്സസിൽ മാത്രം അത് പ്ലോട്ട് ചെയ്യും. ബാക്കിയുള്ളടത്ത് അതിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ ഒന്നും കാണത്തില്ല. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് PLT. PLT എന്താണ്? ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പാക്കേജ് ആണ്. matplotlib.plot എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഷോർട്ട് ഫോം ആയിട്ടാണ് PLT കൊടുത്തത്. അപ്പൊ ബേസിക്കലി ഈ പാക്കേജ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പാക്കേജിനകത്ത് സ്റ്റെം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ സ്റ്റെം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ആ സ്റ്റെം പ്ലോട്ട് ജനറേറ്റ് ആവും. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണമെങ്കിൽ അത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോട്ട് ഷോ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്താൽ പ്ലോട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യത്തില്ല. ഇതിങ്ങനെ ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കി കൈത്തിന്റെ അകത്തിലേക്ക് കാണാൻ പറ്റും. കാണണമെങ്കിൽ നമ്മൾ ഡോട്ട് ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കണം. ഡോട്ട് ഷോ ആണ് അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡ്. ഇത്രയും പറഞ്ഞതില് അപ്പൊ ഞാൻ ജസ്റ്റ് റണ്ണും കൂടെ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം. ഇപ്പൊ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അത് പ്ലോട്ട് ആയിരിക്കുകയാണ്. അതായത് നമ്മൾ x = 0 നമുക്ക് വാല്യൂ 1, x = അടുത്ത പോയിന്റിൽ നമുക്കൊരു വാല്യൂ, പക്ഷെ ഇതിനിടയ്ക്ക് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻഡിസസിൽ മാത്രം വാല്യൂസ് തരും. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായത് ഈ പ്ലോട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും ചെയ്തിട്ട് ഈ പ്ലോട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ ഈ പറഞ്ഞതെന്ന് മനസ്സിലായില്ലെന്ന് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ ഇത് മനസ്സിലായെന്ന്? ഓക്കെ, ഓക്കെ. അപ്പം അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഇത് ചെയ്ത് എന്താണെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഇതിപ്പോ സ്റ്റെം പ്ലോട്ടാണ്. ഓക്കെ, സ്റ്റെം പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മള് ചില എക്സ് ആക്സിസിൽ ചില പോയിന്റ്സിന് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ആ പോയിന്റിനുള്ള വൈ വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്യും. ബാക്കിയുള്ളിടത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ളടത്ത് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പം ബേസിക്കലി ഈ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് സിഗ്നൽസും ഉണ്ട്. ഓക്കെ, അപ്പം പക്ഷേ ഈ കണ്ടിന്യൂസ് സിഗ്നൽസ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ആയാലും എന്ത് മൊബൈൽ ഫോൺ ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഡിസ്ക്രീറ്റ് ആണ്. കണ്ടിന്യൂസ് ഡേറ്റ സ്റ്റോറിംഗ് ഉള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫീഷ്യന്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള സാമ്പിൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരു സ്മൂത്ത് കർവ് വെച്ച് ഇന്റർപോളേറ്റ് ചെയ്ത് നമുക്കൊരു കണ്ടിന്യൂസ് കർവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്കൊരു കണ്ടിന്യൂസ് കർവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന കർവ്
അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന കർവ് നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സ്റ്റെമ്മിന് ഡിസ്ക്രീറ്റ് ആണ്, സ്റ്റെമ്മിന് പകരം പ്ലോട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാം, PLOT. ഓക്കെ, അതാണ് ജസ്റ്റ് ഉള്ള ചേഞ്ച്. സ്റ്റെം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് പ്ലോട്ട്സ് വരും, പ്ലോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്ലോട്ട് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂസ് പ്ലോട്ട് കിട്ടും. സെയിം വാല്യൂസ് ആയിരുന്നു നമ്മുടെ Y, നമ്മൾ നേരത്തെ അതേ അടുത്തത് എക്സും വൈയും സെയിം തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഈ സ്റ്റെമ്മിന് പകരം പ്ലോട്ട് ഉപയോഗിച്ചു. പ്ലോട്ട് ഉപയോഗിച്ചപ്പോൾ നമ്മളുള്ള വാല്യൂസിനെയൊക്കെ ഇന്റർപ്രേറ്റ് ചെയ്ത് ഒരു സ്മൂത്ത് കർവ് പൈത്തൺ ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ പ്ലോട്ട് ഉപയോഗിക്കും, ഡിസ്ക്രീറ്റ് ആണെന്ന് അറിയാമെങ്കിൽ നമ്മൾ സ്റ്റെം ഉപയോഗിക്കും. ഓക്കെ, ഇത് കിട്ടിയോ? ഇത് കിട്ടിയോ? ഈ പറഞ്ഞത് കിട്ടിയോ ആരെങ്കിലും? സ്റ്റെം മാറ്റി പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കണ്ടിന്യൂസ് കർവ് കിട്ടുന്നില്ലേ? ആരെങ്കിലും? യെസ്, ഓക്കെ ഓക്കെ. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ ബേസിക് നമ്മൾ സിഗ്നൽസിൽ പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ പ്ലോട്ട് ചെയ്യാനുള്ള കമാൻഡ്സ്. ഓക്കെ, ഇനിയുള്ള അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ത് പറ്റും പറഞ്ഞ ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞൊരു പ്ലോട്ട് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പ്രോബിലിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു അറയിൽ ഒരുപാട് ഡേറ്റ ഉണ്ട്. ഓക്കെ, അപ്പം ആ അറയിലുള്ള ഡേറ്റയെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് കാണിക്കാം. സമ്മറൈസ് ചെയ്ത് കാണിക്കുമ്പോൾ എല്ലാ പോയിന്റ്സ് കാണിക്കുന്നതിന് പകരം നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റയ്ക്കുള്ള മീൻ വാല്യൂ ഇത്രയാണ്, അതിന്റെ വേരിയൻസ് ഇത്രയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡേറ്റ ജനറേറ്റ് ചെയ്ത് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഡേറ്റ പ്ലോട്ട് ചെയ്ത് നമുക്ക് ആ ഡേറ്റയുടെ അറേയുടെ എല്ലാ വാല്യൂസും പ്ലോട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. നമ്മുടെ മീന് ബേസ് എത്രയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സ് കാണിക്കുന്ന ഒരു പ്ലോട്ട് ജനറേറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലോട്ടാണ് അതിന്റെ ബോക്സ് പ്ലോട്ട് എന്ന് പറയും. അത് ഞാൻ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഒരു റാൻഡം നമ്പർ ആദ്യം ഒരു അറേ ജനറേറ്റ് ചെയ്തിട്ട് അതിന്റെ ഡേറ്റ വെച്ച് ഞാൻ പ്ലോട്ട് ചെയ്ത് കാണിക്കാം. എന്നിട്ട് പ്ലോട്ട് എന്താണെന്ന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം റാൻഡം അറേ ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി റാൻഡം അറേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കകത്ത് ഒരു പാക്കേജ് ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ കോൾ ചെയ്യാണ്. അപ്പോൾ ഈ റാൻഡം എന്ന് പറഞ്ഞൊരു നമ്പറിക്കകത്ത് റാൻഡം എന്ന് പറഞ്ഞൊരു സബ് പാക്കേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ റാൻഡമിനകത്ത് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് തൊട്ട് മുകളിൽ ഒരു np.random.seed എന്ന് പറഞ്ഞൊരു കാര്യം കിടക്കുന്നുണ്ട്. അപ്പൊ ഈ സീഡ് എന്താണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ അതായത് ഇപ്പം നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന റാൻഡം നമ്പേഴ്സ് പൈത്തൺ അല്ല, ജനറൽ ഏത് ഫംഗ്ഷൻ ആയാലും ഒരു എന്താ പറയാ ഒരു കംപ്ലീറ്റ്ലി റാൻഡം ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഭയങ്കര കോംപ്ലക്സ് അൽഗോരിതം ഒക്കെ ഉപയോഗിച്ച് ഒരു സ്യൂഡോ റാൻഡം നമ്പേഴ്സ് ആണ്. ഓക്കെ, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതം ആണ്. പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് റാൻഡം ആയിട്ടുള്ള ഒരു ബിഹേവിയർ കിട്ടും. ഓക്കെ, അപ്പൊ ടിപ്പിക്കലി നമ്മളിപ്പം ഈ റാൻഡം NP പറഞ്ഞൊരു സീഡ് കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് ഞാൻ ഇത് ഉപയോഗിക്കാതെ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ പ്രാവശ്യവും റാൻഡം നമ്പർ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പുതിയ നമ്പേഴ്സ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനിപ്പോ ഫോർ എക്സാമ്പിൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഇംപ്ലിമെന്റേഷൻ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ടൈം എത്രയാണ്, ഇപ്പം 3 മണി 7 മിനിറ്റ് സം സെക്കൻഡ്സ്, അതായിരിക്കും നമ്മുടെ സീഡ് സംതിങ്, അത് സീഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അപ്പൊ അങ്ങനെ ആയിരിക്കും ഇത് ജനറേറ്റ്. അപ്പൊ അങ്ങനത്തെ കാര്യം ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരിക്കൽ ഞാനൊരു റാൻഡം നമ്പറിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യും, എനിക്കൊരു റിസൾട്ട് കിട്ടി, ഞാൻ വീണ്ടും അടുത്ത പ്രാവശ്യം അതേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ചെയ്താലേ
വേറൊരാൾ കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അയാൾ എനിക്ക് കിട്ടുന്ന അതേ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സീഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ആ സീഡ് ഉപയോഗിച്ച് സെയിം റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ സീഡ് ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആണോ എന്ന് അറിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സീഡ് ഉപയോഗിക്കുന്നത്. ഈ സീഡ് ഉപയോഗിച്ചാലും ഈ ഒരു പ്ലോട്ടിൽ പ്രശ്നമില്ല. ജസ്റ്റ് എനിക്ക് കിട്ടുന്ന വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ സീഡ് ഉപയോഗിച്ചിരിക്കുന്നത്. np.random.seed സീഡ്. അപ്പോൾ ഇതാണ് നംപൈക്കകത്ത് റാൻഡം എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസിനകത്താണ് ഈ സീഡിന്റെ ഒരു ഇത് വരുന്നത്. അപ്പൊ സീഡ് ഞാൻ 10 ഫിക്സ് ചെയ്തു, ഒരു നമ്പർ ഇട്ടു, അത് ഏത് വേണം ഇടാം. ഇനി എനിക്ക് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാം. അപ്പൊ ഈ റാൻഡം നമ്പർ തന്നെ പല ടൈപ്പ് വരാം. ഓക്കെ, നോർമലി എന്ത് ഡിസ്ട്രിബ്യൂഷനുള്ള റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നോർമൽ ഡിസ്ട്രിബ്യൂഷനുള്ള റാൻഡം നമ്പറാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഗോഷ്യൻ ആണ് ബേസിക്കലി. ഗോഷ്യന്റെ ഒരു മീൻ ഉണ്ട്, അവിടെ പീക്ക് വരും. പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും പീക്കിൽ നിന്നുള്ള വാല്യൂസ് കുറഞ്ഞു വരും. ഒരു ബെൽ ഷേപ്ഡ് കർവാണ്. ഓക്കെ, അതിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നോർമൽ np.random നോർമൽ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഇൻപുട്സ് ആണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ, റാൻഡം നമ്പറിന്റെ മീൻ 10. അടുത്ത് കൊടുക്കുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2. ഓക്കെ, ഈ നമുക്ക് മാക്സിമം നിങ്ങൾ പഠിച്ചാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ മീനും വേരിയൻസും വേണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എത്ര റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ 1000 റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാനത് ഞാൻ ബോക്സ് പ്ലോട്ട് ചെയ്യാം. അപ്പം ബോക്സ് പ്ലോട്ട് ജനറേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പൈ പ്ലോട്ടിനകത്ത് അതിനെ ഞാൻ ഷോർട്ട് ഫോമിൽ PLT എന്നിരിക്കാം. PLTക്ക് അകത്ത് തന്നെ ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ബോക്സ് പ്ലോട്ട് എന്ന് കൊടുക്കാം, അതിനകത്ത് നമ്മുടെ ഡേറ്റ അങ്ങ് ഇൻപുട്ട് ആക്കി കൊടുക്കാം. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് പ്ലോട്ട് അത് പ്ലോട്ട് ചെയ്ത് നമുക്കൊരു പ്ലോട്ട് കിട്ടും. സോറി, ഞാൻ വരാത്തതിന്റെ കാരണം പ്ലോട്ട് ഡോട്ട് ഷോ കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ പൈത്തൺ ജനറേറ്റ് ചെയ്ത് വയ്ക്കത്തേ ഉള്ളൂ, നമ്മളെ കാണിക്കത്തില്ല. അപ്പോൾ നമുക്ക് പ്ലോട്ട് കാണണമെങ്കിൽ പ്ലോട്ട് ഡോട്ട് ഷോ ചെയ്ത് കൊടുക്കണം. പക്ഷെ നിങ്ങൾ ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു കർവ് കിട്ടി. ഓക്കെ, നമ്മളിപ്പം നമുക്ക് വേണമെങ്കിൽ അറേ ഡിസ്പ്ലേ കൂടെ ചെയ്യിക്കാം. നമുക്ക് സോ ആദ്യം ഇവിടെ കാണിച്ചിരിക്കുന്നത് റാൻഡം നമ്പേഴ്സ് ആണ് കേട്ടോ. റാൻഡം നമ്പേഴ്സ് അങ്ങനെ റാൻഡം ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബിഹേവ് ചെയ്യുന്ന 10 മീനും സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഉള്ള 1000 റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഈ പ്ലോട്ട് എന്താണ് കാണിക്കുന്നത്? ഈ പ്ലോട്ട് കാണിക്കുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മറൈസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ആദ്യം നമ്മുടെ ഗോഷ്യൻ കർവില് മീന് 10 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ നടുക്കത്തെ ലൈൻ ഉണ്ട്, ഒരു ബോക്സ് വന്നു, ബോക്സിന് നടുക്കൊരു ലൈൻ ഉണ്ട്. ആ ലൈനാണ് നമ്മുടെ മീൻ വാല്യൂ. അത് നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ 10 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാനൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, 2 ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ആ 2 ഓൾമോസ്റ്റ് 2 മീനിൽ നിന്ന് മുകളിലേക്കും മീനിൽ 2 ഓൾമോസ്റ്റ് താഴത്തേക്കും നമുക്ക് നമുക്ക് അതിന്റെ വേരിയൻസ് അങ്ങനെ കിടക്കും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 10ൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 2 മുകളിലേക്കാണ് നമ്മുടെ ബോക്സ് എൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 10ൽ നിന്ന് ഓൾമോസ്റ്റ് 10-2 ബോക്സ് താഴെ എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും റീജിയനിലാണ് മീൻ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലുള്ള പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള പോയിന്റ്സ് കിടക്കുന്നത്. അങ്ങനെയാണ് ഇത് സമ്മറൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കർവ് കാണിച്ചിരിക്കുന്നത് ഇപ്പം തേർഡ് ക്വാർട്ടർ ഫസ്റ്റ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ബാക്കി അത്ര ഇതായിട്ട് നിങ്ങൾ കേട്ട് കാണത്തില്ല, അതുകൊണ്ട് വേണ്ട. പിന്നെ ഈ ചെറിയ ചെറിയ പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത് ഔട്ട്ലയേഴ്സ് ആണ്. അതായത്
വളരെ ചെറിയ സാധ്യതയുണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റാസ് കിട്ടാൻ. അപ്പോൾ അതൊക്കെയാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഓൾമോസ്റ്റ് 3 ഒരു വാല്യൂ കിട്ടി, റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തു. അതേപോലെ ഒരിക്കൽ ഓൾമോസ്റ്റ് 15-16 ഒരു വാല്യൂ ജനറേറ്റ് ചെയ്തു. പക്ഷേ നമ്മുടെ മീൻ 10 ആയിട്ട് പോലും, 10 സ്റ്റാൻഡേർഡ് ഡിവിഷൻ 2 ആയിട്ട് പോലും 16 ഒക്കെ ഉള്ള ഒരു നമ്പർ ജനറേറ്റ് ആയി. അപ്പൊ അങ്ങനത്തെ കുറെ ഇൻഫർമേഷൻസ് കിട്ടുകയാണ് ഈ ബോക്സ് പ്ലോട്ട് വഴി കിട്ടുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബോക്സ് പ്ലോട്ടിൽ ഒരു ബോക്സ് വരും, ബോക്സിന്റെ നടുക്കുള്ള ലൈന് റെപ്രസെന്റ് ചെയ്യുന്ന മീനും, അതിന്റെ ആ ബോക്സ് ഇരിക്കുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ മീൻ പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആ ഒരു റീജിയൻ ആണ് ആ ബോക്സിൽ കാണിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായോ? ഇത് പ്ലോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ആരെങ്കിലും കമന്റ് ചെയ്യോ? ഇത് പ്ലോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കമാൻഡ് ഇതാണ്, ബേസിക്കലി പ്ലോട്ട് അതായിരുന്നു കമാൻഡ്. നമ്മൾ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തു, എന്നിട്ട് പ്ലോട്ട് പ്ലോട്ട് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചു. ഇത് കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ട്രൈ ചെയ്തിട്ട് ഇത് കിട്ടിയോ? കിട്ടിയായിരുന്നോ? അല്ലെങ്കിൽ കമന്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കാണിക്കും. ഇതാണ് ഇൻസ്ട്രക്ഷൻ. ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞാൻ കമന്റ് സെക്ഷൻ ഇടാം. ഇതാണ് ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പ്ലോട്ട് കിട്ടുന്നുണ്ടോ? ബോക്സ് പ്ലോട്ട് കിട്ടുന്നുണ്ടോ? ഇവിടെ നല്ല മഴ. ഓക്കെ, അപ്പം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അപ്പൊ ഇതാണ് ബോക്സ് പ്ലോട്ട്. ഓക്കെ, ബോക്സ് പ്ലോട്ട് ജനറേറ്റ് ചെയ്യാനുള്ള രീതി. അപ്പൊ ജസ്റ്റ് പ്ലോട്ട് ഡോട്ട് ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട് പൈത്തണിനകത്ത് തന്നെ, ബാക്ക് പ്ലോട്ട് ലിബിനകത്തുള്ള ഒരു പാക്കേജ് ആണ്. അപ്പം അത് വെച്ച് നമുക്ക് ബോക്സ് പ്ലോട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇനി അതേപോലെ ടൈപ്പ് പ്ലോട്ട് ഉണ്ട്. നമുക്ക് ബാർ പ്ലോട്ട് എന്ന് പറഞ്ഞൊരു ടൈപ്പ് പ്ലോട്ട് ഉണ്ട്. ഈ ബാർ പ്ലോട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് 5 സബ്ജക്റ്റ് ഉണ്ട്, 6 സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ 6 സബ്ജക്റ്റിന് കിട്ടിയ മാർക്കുകൾ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അത് കണ്ടിന്യൂസും അല്ല, ഡിസ്ക്രീറ്റ് ആണ്. പക്ഷെ ഒരു ബന്ധമില്ലാത്ത, ഓരോ സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് മറ്റേ സബ്ജക്റ്റ് കിട്ടുന്ന മാർക്കുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മളിങ്ങനെ സ്റ്റെം പ്ലോട്ട് ചെയ്യുന്നതിനെക്കാളും നല്ലത് നമ്മളിങ്ങനെ ഓരോന്നും ഒരു ബാർ പ്ലോട്ട് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു അപ്രോച്ച്. അപ്പൊ അതിന് എന്താ ചെയ്യുന്നത്? അഗൈൻ ബാർ പ്ലോട്ടിന് നമുക്ക് ബാർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ട രീതി പറയാം. അപ്പൊ ആദ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഇതാണ്, എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പം സബ്ജക്ട്സ്. ഇപ്പൊ CPP, ജാവ, പൈത്തൺ, PHP ആണെന്ന് വെച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ലാംഗ്വേജസ്. പിന്നെ അടുത്ത നമുക്ക് വേണ്ടത് ഓരോന്നിനും കിട്ടിയ മാർക്ക്.
ഓക്കെ. എന്നിട്ട് അപ്പൊ ഇത് രണ്ടും വെച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാമെങ്കിൽ ഒരു ബാർ പ്ലോട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബാർ പ്ലോട്ട് ഞാൻ ജനറേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു കാണിക്കാം. ഇവിടെ കമന്റ് സെക്ഷനിൽ ഞാൻ ഇടാം, നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ഇപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ബാർ പ്ലോട്ട് ഇരിക്കുക. ഓക്കെ. ബാർ പ്ലോട്ടിൽ എക്സ് ആക്സിസിൽ എന്താ ഉള്ളത് നമ്മൾ കൊടുത്ത, ഇപ്പം ഈ ഒരു കേസിൽ നമ്മുടെ സബ്ജക്ട്സ് ആയിരുന്നു CPP, ജാവ, പൈത്തൺ, PHP അങ്ങനത്തെ കൊടുത്തു. ഇനി വൈ ആക്സിസിൽ എന്തായിരുന്നു? വൈ ആക്സിസിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരുന്നു. അപ്പം സിക്ക് ഓൾമോസ്റ്റ് 22 or 23 ആയിരുന്നു, അപ്പൊ അത് ഇവിടെ വന്ന് നിന്നു. അതേപോലെ തന്നെ CPPക്ക് 16 ആയിരുന്നു, അത് ഇവിടെ വന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലോട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയായിരുന്നു ആർക്കും? കിട്ടുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതൊരു ടൈപ്പ് പ്ലോട്ടാണ്. ഇനിയുള്ള ടൈപ്പ് പ്ലോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇനിയുള്ള പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിപ്പോ 2 പ്ലോട്ട് ഒരുമിച്ച് ഒരേ പ്ലോട്ടിൽ ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു 2 പ്ലോട്ട് ഉണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ 2 പ്ലോട്ട് ഉണ്ട്. അപ്പൊ അത് ഒരേ പ്ലോട്ട് ഇതിൽ തന്നെ പ്ലോട്ട് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോ എക്സ് വാല്യൂ ഉണ്ട്, വൈ വാല്യൂ ഉണ്ട്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞൊരു കോർണറും വൈ വാല്യൂ എന്ന് പറഞ്ഞ സൈൻ കർവുമാണ്. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് പ്ലോട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ നമുക്ക് പ്ലോട്ട് ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ ആർഗ്യുമെന്റ് കൊടുക്കുക. ഓക്കെ. പിന്നെ അത് ഏത് കളറിൽ വേണമെന്ന് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് കൊടുക്കുക, അത് ഏത് കളറിൽ വേണമെന്ന് കൊടുക്കുക. അപ്പം പിന്നെ നമുക്ക് നമുക്ക് തിരിച്ചറിയണമല്ലോ ഏതാണ് സൈൻ, ഏതാണ് കൊസൈൻ. അപ്പം ആദ്യത്തെ ഏതാണ് കൊടുത്തത് അതിന്റെ കമന്റ് എഴുതുക ഇവിടെ, രണ്ടാമത് ഏതാണ് കൊടുത്തത് അതിന്റെ കമന്റ് രണ്ടാമത് എഴുതുക. അപ്പൊ അങ്ങനെ ഒരു പ്ലോട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് രണ്ട് കർവ് ഒരുമിച്ച് ഒരേ പ്ലോട്ടിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതിനുള്ള കമാൻഡ് ഇവിടെ ജസ്റ്റ് ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കേസില് നമുക്ക് എന്ത് കിട്ടും? സൈൻ വേവും കോസ് വേവ് കൊണ്ട് എക്സ് കോസും വൈ സൈനുമാണ്. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് പ്ലോട്ട് ആവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും പ്ലോട്ട് ഡോട്ട് ഷോ കാണിക്കാൻ പറഞ്ഞു. ഓക്കെ. പ്ലോട്ട് ഡോട്ട് ഷോ. ഓക്കെ. ഇപ്പോ നമുക്ക് കിട്ടിയ കർവ് ഇങ്ങനെയാണ്. ആദ്യത്തെ കർവ് കോസ് ആയിരുന്നു. കോസ് ഇങ്ങനെ വേരി ചെയ്യുന്നു. അപ്പൊ അത് റെഡിലാണ് നമ്മൾ മാർക്ക് ചെയ്ത്, റെഡിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ അതിന് താഴെ ലെജൻഡ് കാണിക്കുന്നുണ്ട്. ലെജൻഡിൽ റെഡ് ലൈനിന് കൊസൈനായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്ലൂ ലൈനിൽ നമ്മൾ സൈൻ വേവ് പ്ലോട്ട് ചെയ്തു. അതിനെ നമുക്ക് താഴെ ലെജൻഡിൽ ബ്ലൂ ലൈൻ സൈൻ എന്ന് പറഞ്ഞ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടിയിട്ടുണ്ടോ? ഇത് കിട്ടിയില്ല. ഓക്കെ. അപ്പോ ഇനിയൊരു ടൈപ്പ് സ്കാറ്റർ പ്ലോട്ട് ആണ്. ഓക്കെ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ് വാല്യൂസ് ഉണ്ട്, എക്സും വാല്യൂ വൈയും. അപ്പൊ അത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അതിപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലത്തെ സിഗ്നൽസ് അല്ല, അതായത് ഇപ്പം ടൈം ഫിക്സ്ഡും അതനുസരിച്ച് വേരി ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പം 2 സിഗ്നൽസ് ഉണ്ട്. ഓക്കെ.
ടൈം അനുസരിച്ച് വരി ചെയ്യുന്നത്. അപ്പം നമുക്ക് രണ്ട് സിഗ്നൽസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു നമുക്കൊരു സ്കാറ്റർ പ്ലോട്ട് ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ തന്നെ കുറെ റാൻഡം നമ്പേഴ്സ് രണ്ട് രണ്ട് സെറ്റ് ഓഫ് രണ്ട് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയാണ് നമുക്ക് സ്കാറ്റർ പ്ലോട്ട് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ ഈ സൈൻ കൊസൈനും പ്ലോട്ട് ചെയ്യാൻ നമുക്ക് സ്കാറ്റർ പ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, അതായത് എക്സിന്റെ ഓരോ വാല്യൂസിന് വൈ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു, അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസിനും വൈ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എല്ലാം കൂടെ മാർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു കർവാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് സ്കാറ്റർ പ്ലോട്ടിന് പകരം നമുക്ക് സ്കാറ്റർ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഈ കേസിലാണെങ്കിൽ എക്സും വൈ ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്കാറ്റർ പ്ലോട്ട് കിട്ടണം. ഇപ്പോൾ നിങ്ങളുടെ ഞാൻ ഇത് ചെയ്യുക. അപ്പൊ ഇതാണ് കമാൻഡ്. അപ്പൊ അതൊന്ന് നോക്കി അപ്പൊ നമുക്ക് കിട്ടിയൊരു പ്ലോട്ട് കണ്ടോ, അതായത് സ്കാറ്റർ ചെയ്ത്, അതായത് എക്സിന്റെ ഓരോ വാല്യൂസും എക്സ് വൈയും തമ്മിൽ ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് ഉള്ളതുപോലെ, അതായത് എക്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എക്സ് ഈ വാല്യൂ ആണെങ്കിൽ ഇങ്ങനെ എടുക്കും, അപ്പൊ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ഒരു റിലേഷൻഷിപ്പാണ് സ്കാറ്റർ പ്ലോട്ട് വഴി തരുന്നത്. എക്സ് ആക്സിസിൽ ഒരു ഡേറ്റ കൊടുക്കും, വൈ ആക്സിസിൽ വേറെ ഡേറ്റ കൊടുക്കും, അത് രണ്ടും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അതാണ് ഈ സ്കാറ്റർ പ്ലോട്ട് വെച്ച് കിട്ടുക. ഓക്കെ, അത് ചെയ്ത് കിട്ടിയായിരുന്നു ആരെങ്കിലും കമന്റ്? യെസ്, ഓക്കെ ഓക്കെ. അപ്പം അപ്പം ഞാൻ എൻ്റെ ഈ ഫയലും ഷെയർ ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് വെച്ചാണെങ്കിൽ വേറെ നിങ്ങൾക്ക് നോക്കാം. ഇനി ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേറെ ടൈപ്പ് പ്ലോട്ട്സ് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോഗ്രാം പ്ലോട്ട്സ് ഉണ്ട്. ഈ ഹിസ്റ്റോഗ്രാം പ്ലോട്ട്സിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ ടിപ്പിക്കലി അത് ഈ റാൻഡം ആയിട്ടുള്ള നമുക്ക് വലിയ ഒരു വെക്ടർ ഉണ്ട്, വലിയ വെക്ടർ ഉണ്ട്, അതിൽ ഒരു ഡേറ്റ ഉണ്ട്. അപ്പൊ ആ ഇരിക്കുന്ന ഡേറ്റ എന്ത് ടൈപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് ഇപ്പം കംപ്ലീറ്റ്ലി റാൻഡം ആണ്, അതായത് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ഇപ്പം ഗോഷ്യൻ പോലത്തെ എന്തെങ്കിലും വാല്യൂ ആണോ, അതായത് ഒരു ചെറിയ റീജിയനിലാണ് മാക്സിമം വാല്യൂസ് കിടക്കുന്നത്, അങ്ങനത്തെ ടൈപ്പ് വാല്യൂ, അങ്ങനെ ടൈപ്പ് ഡേറ്റ ആണോ. അപ്പൊ ആ ഡേറ്റയെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന, നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോ ഈ ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നെറ്റിൽ വായിക്കാം, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലെ പോയിന്റ് ഓഫ് വ്യൂവില് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹിസ്റ്റോഗ്രാം പ്ലോട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ റാൻഡം നമ്പേഴ്സ് കാണിക്കുക. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന കമാൻഡ് ഡോട്ട് ഹിസ്റ്റ് ആണ്. ഇവിടെ ഞാൻ നിങ്ങളെ ഇതിലൂടെ ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ മീന് 10ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2ഉം. പിന്നെ അതേപോലെ തന്നെ ഞാൻ 1,00,000 സാമ്പിൾസ് അങ്ങനെ ജനറേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് 1,00,000 പറ്റുന്നില്ലെങ്കിൽ 1000 ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു കർവ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലോട്ട് ഡോട്ട് ഹിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഹിസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. അപ്പൊ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ
ഇങ്ങനത്തെ ഒരു കർവാണ് കിട്ടുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് കർവ് കിട്ടുകയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു കർവ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇതേപോലെ എക്സാക്ട് ഓർമ്മ ചെറിയ വ്യത്യാസം വരാം. ആരെങ്കിലും കമന്റ് ചെയ്യും. 1 lakh സാമ്പിൾസ് ബുദ്ധിമുട്ടാണെങ്കിൽ കുറയ്ക്കുക. അത് ഞാൻ ഉണ്ടാക്കിയിട്ടെന്നേ ഉള്ളൂ. ആർക്കെങ്കിലും കിട്ടിയോ? യെസ്, ബട്ട് മോർ സ്റ്റെപ്സ്. ഓക്കെ, അത് ഞാൻ പ്ലോട്ട് ചെയ്തപ്പോൾ X,25 കൊടുത്തിട്ടില്ല. നമ്പർ ഓഫ് അത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് വരുന്നത്. അത് കറക്റ്റ് നല്ലൊരു പോയിന്റ് ആണ് വിനോയ് പറഞ്ഞത്. ഞാനിപ്പോ ഇവിടെ എന്താണ് ഹിസ്റ്റോഗ്രാമിന്റെ ഏത് ഹിസ്റ്റോഗ്രാമാണ് ഏതിന്റെ ഹിസ്റ്റോഗ്രാമാണ് പ്ലോട്ട് ചെയ്യേണ്ടത് മാത്രമേ കൊടുത്തുള്ളൂ. അതായത് X എന്ന് പറഞ്ഞ ഡേറ്റയുടെ ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യാനേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിന് തോന്നുന്ന, ഇതിപ്പോ നമ്മുടെ ഒരുപാട് ഡേറ്റ ഉണ്ട്, അത് എങ്ങനെയാണോ കൊടുക്കുന്നത്. അതായത് ഇപ്പം ഡേറ്റയെ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറെ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 1 to 2, 2 to 3, 3 to 4, 4 to 5 അങ്ങനെയുള്ള റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 റേഞ്ചിൽ കിടക്കുന്ന വാല്യൂസിനെല്ലാം ഇതിന്റെ നമ്പർ എടുക്കും. അതാണ് അതിന്റെ കൗണ്ട് എടുക്കുക. അതേപോലെ 1 to 2ന്റെ കൗണ്ട് എടുക്കും, അതിനിടയ്ക്ക് കിടക്കുന്ന ഡേറ്റയുടെ കൗണ്ട് എടുക്കും. 2 to 3 റേഞ്ചിൽ കിടക്കുന്ന ഡേറ്റയുടെ കൗണ്ട് എടുക്കും. അങ്ങനെ കൗണ്ട് എടുത്തിട്ട് ഈ കൗണ്ടാണ് ബേസിക്കലി നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂവിൽ, ഈ ഒരു റേഞ്ചിൽ കിടക്കുന്ന വാല്യൂവിൽ ഓൾമോസ്റ്റ് ഇത്ര വാല്യൂസ് ഉണ്ട്. അതേസമയം 10ന് അടുത്ത് കിടക്കുന്നതിൽ ഓൾമോസ്റ്റ് ഒരു 30,000, 40,000 വാല്യൂസ്, 40,000 അടുപ്പിച്ചുള്ള വാല്യൂസ് ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ, മീൻ വാല്യൂവിന് അടുത്താണ് കിടക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ വിഡ്ത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല എത്ര വിഡ്ത്ത് കൊടുക്കണം. അപ്പൊ അതെന്ത് ചെയ്തു, പൈത്തണിന്റെ ഒരു ഡിഫോൾട്ട് വിഡ്ത്ത് വെച്ച് പ്ലോട്ട് ചെയ്തു. അപ്പൊ പലപ്പോഴും അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കർവ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെസിഫൈ ചെയ്യാം എത്ര ഇങ്ങനത്തെ വിഡ്ത്സ് വേണം. ഞാനിപ്പം 25 വിഡ്ത്ത് ആണ് നിങ്ങൾക്ക് തന്ന ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത്. 25 വിഡ്ത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഒരു കർവാണ് എനിക്ക് തോന്നുന്നു പേരെന്തായിരുന്നു, എനിക്ക് തോന്നുന്നു ബിനോയ്ക്ക് കിട്ടിയത്. അപ്പൊ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കർവാണ് കിട്ടിയത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു, നമ്മളൊരു മീൻ 10ഉം വേരിയൻസ് 2 ഉള്ള ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു സിമിലർ ഒരു കർവ് കിട്ടി. അതിന്റെ മീൻ വാല്യൂ, അതിന്റെ പീക്ക് വാല്യൂ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10 ആണ്. ഓക്കെ, അപ്പം അതിന്റെ വേരിയൻസ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2K അടുത്തൊക്കെ കിട്ടും. അപ്പൊ ഈ ഒരു നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്, നമുക്കൊരു എന്താ പറയാ, നമുക്ക് ഈ ഒരു നമുക്കിപ്പം നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അറിയാന്നുള്ളത് ഗോഷ്യനാണെന്നും ഇത്ര മീനാണെന്നും. നമുക്ക് അറിയത്തില്ലെങ്കിലും ഇങ്ങനെ ഈ ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്ത് നമുക്ക് പലപ്പോഴും ഈ സിഗ്നൽസിന്റെ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉപയോഗം ഉള്ളത് കൊണ്ട് പലപ്പോഴും ഹിസ്റ്റോഗ്രാം പ്ലോട്ട്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും പ്ലോട്ടുകളാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ളത്, ഈ എക്സ്പീരിയൻസ് നമ്പർ 6 ഓക്കെ, എക്സ്പീരിയൻസ് നമ്പർ 7 ഉള്ളത് എക്സൽ അല്ലെങ്കിൽ .xls അല്ലെങ്കിൽ .csv ഫയൽസിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്തിട്ട് അതിന്റെ പ്രോസസ്സിംഗ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അതിന് പാൻഡാസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അത് കൊളാബിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വരേണ്ടതാണ്. അല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റും. അത് ഇല്ലെങ്കിൽ നമുക്കൊരു സെഷൻ കൂടെ വയ്ക്കാം. ഈ സെഷനിൽ നമ്മൾ ഒരിക്കൽ കൂടെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, പാൻഡാസ് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് വേണം. PD എന്ന് പറഞ്ഞ ഒരു നെയിമിലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി
അപ്പോൾ ഇത് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ ഷീറ്റിലുള്ള ഡേറ്റ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പൈത്തണിലേക്ക് ലോഡ് ചെയ്ത് ആ ഡേറ്റയിൽ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സൽ ഷീറ്റ് ഞാൻ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ ഓപ്പൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് 2 കോളമാണുള്ളത്. ഡേറ്റ 1 എന്ന് പറഞ്ഞ കോളം, ഡേറ്റ 2 എന്ന് പറഞ്ഞൊരു കോളം. അപ്പോൾ ഡേറ്റ 1 എന്ന് പറഞ്ഞ കോളത്തിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്, ഡേറ്റ 2 എന്ന് പറഞ്ഞൊരു കോളംസിൽ വേറെ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതിരിക്കുന്നത്. ഓക്കെ, നമ്മള് എങ്ങനെ ഇത് ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ ഈ പാക്കേജ് വേണമെന്ന് പറഞ്ഞ് ലോഡ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ panda.read excel എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അപ്പൊ അത് എക്സൽ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ്. അപ്പൊ റീഡ് ചെയ്തിട്ട് ഈ DF എന്ന് പറഞ്ഞ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം കമാൻഡ് നോക്കിക്കഴിഞ്ഞാൽ DF എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ആ ലൊക്കേഷൻ = PD pandas. അതാണ് നമ്മുടെ കമാൻഡ്. ബ്രാക്കറ്റിനകത്ത് കൊടുക്കേണ്ടത് 6 ഇട്ടിരിക്കേണ്ടത് തന്നെയാണ്. ഈ സിംഗിൾ കോഴ്സിനകത്ത് നമ്മുടെ ഫയലിന്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ എന്റെ ഈ D ഡ്രൈവിനകത്ത് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞ SCL എന്ന് പറഞ്ഞ ലാബിന്റെ ഫോൾഡർ, അതിനകത്താണ് test.xlsx എന്ന് പറഞ്ഞ ഫയൽ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഇത് റീഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഈ എക്സൽ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. ജസ്റ്റ് ഞാൻ ഇതിന്റെ ഡേറ്റ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആ എക്സൽ ഷീറ്റ് കൂടെ ഇടാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നോക്കേണ്ടത് ഇതിന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ 1 ഡേറ്റ 2 എന്ന് പറഞ്ഞ 2 കോളംസ് ആണ് ഉള്ളത്. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഡേറ്റ 1 ഡേറ്റ 2 എന്ന് പറഞ്ഞ 2 കോളംസ് ഉണ്ടായിരുന്നത്. അതിൽ ഡേറ്റ 1-നകത്ത് കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഡേറ്റ 2-ല് വേറെ കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാണാൻ പറ്റുന്നില്ലേ? എന്റെ ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ബ്ലൂ സ്ക്രീനിനകത്ത് എഴുതിക്കുന്ന ഡേറ്റ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും. ബ്ലൂ സ്ക്രീനിൽ എഴുതിക്കുന്ന ഡേറ്റ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ എക്സൽ ഷീറ്റിൽ 2 കോളം ആണെങ്കിൽ എക്സൽ ഷീറ്റ് ഒരിക്കൽ കൂടെ ഇത് കാണിക്കാം കമ്പയർ ചെയ്യാൻ വേണ്ടി. ഇതാണ് എന്റെ എക്സൽ ഷീറ്റ്. ഷീറ്റിൽ ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ 1 ഡേറ്റ 2 അത് 2 ഹെഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ താഴെ 2 കോളംസിനകത്തായിട്ട് കുറച്ച് ഡേറ്റാസ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇവിടെ റീഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ PD എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് എനിക്ക് ആ എക്സലിൽ നിന്നുള്ള ഡേറ്റാസ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് പ്രോസസ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഡേറ്റയുടെ മീനോ വേരിയൻസോ സമ്മോ എന്തെങ്കിലും കണ്ടുപിടിക്കണം. അപ്പൊ അതിനൊക്കെ കമാൻഡ്സ് ഉണ്ട്. വേണമെങ്കിൽ ഇതിന്റെ ഇതിലേക്ക് ഇപ്പൊ എനിക്കിപ്പോ ഫസ്റ്റ് കോളം മാത്രം പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ അതിന്റെ ഫസ്റ്റ് കോളത്തിന്റെ പേര് കൊടുക്കുക. അതിന് ഡേറ്റ 1 എന്ന് പറഞ്ഞാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം മാത്രം എനിക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടെ, ലെഫ്റ്റ് മോസ്റ്റ് കോർണറിൽ ഇൻഡെക്സ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 1 2 3 അപ്പൊ ഡേറ്റ എന്ന് പറഞ്ഞാൽ കോളത്തിനകത്ത് കിടക്കുന്ന വാല്യൂസ് ആണ് 1 2 3 4 5 6. അത് കഴിഞ്ഞ് 4 ആണ്. ഓക്കെ, അത് 4 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. ഇനി അതേപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പൊ അതിന്റെ മീൻ ആ ഡേറ്റയുടെ ആ കോളത്തിലുള്ള ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കണം. അപ്പൊ അത് കാണാൻ ഭയങ്കര സിമ്പിൾ ആണ്. കോളം സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇൻസ്റ്റാൾ പ്രിന്റ് ചെയ്യാണ് ഞാൻ. DF എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ. ഏത് കോളം സെലക്ട് ചെയ്തു, അതാണ് ഡേറ്റ 1 എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്തു. ഡോട്ട് മീൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഡോട്ട് മീൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ
പാണ്ടസിനകത്തുള്ളതാണ്. അപ്പൊ അത് എന്ത് ചെയ്യും, ആ കോളത്തിന്റെ മീൻ കണ്ടുപിടിക്കും. അതേപോലെ എനിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഈ DF data1 ഓക്കെ ഡോട്ട് STD ഫോർ സ്റ്റാൻഡേർഡ്. അതുപോലെ എനിക്ക് ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഡോട്ട് ഹിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആദ്യം ഡേറ്റ ഡിസ്പ്ലേ ചെയ്തു, ഡേറ്റ ഓൺ ടൈപ്പ് എന്നൊക്കെ എഴുതി, ഡേറ്റ മീൻ എത്ര 4 കിട്ടി. അത് നിങ്ങൾ ഇതിന്റെ മീൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 4 കിട്ടും. അതിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ 3 കിട്ടി. അതുകൂടാതെ തന്നെ നമുക്ക് ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യണം, പക്ഷേ പ്ലോട്ട് ആയിട്ടില്ല, കാരണം നമ്മൾ പ്ലോട്ട് ഡോട്ട് ഷോ കൊടുത്തിട്ടില്ല. ഓക്കെ, കൂടെ ഒന്ന് ഓക്കെ നമുക്ക് ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഹിസ്റ്റോഗ്രാം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ ഒരുപാട് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഹിസ്റ്റോഗ്രാം നല്ലൊരു ലുക്ക് ഇല്ലാത്ത ഒരു ഹിസ്റ്റോഗ്രാം കിട്ടിയത്. പക്ഷേ ഹിസ്റ്റോഗ്രാം നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻ കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി, നമുക്ക് കോളം സെലക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതെല്ലാം നമുക്ക് നമുക്ക് ഈ എക്സൽ ഷീറ്റ് ഡേറ്റ അപ്പോൾ അതാണ് നിങ്ങളുടെ ഈ എക്സ്പെരിമെന്റ് നമ്പർ 4 വരുന്ന മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ എക്സൽ ഷീറ്റും ഇത് ഷെയർ ചെയ്യാം, അത് വെച്ച് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞത് മനസ്സിലായ ഈ വേരിയസ് പ്ലോട്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്ലോട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് പറയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ? ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കോഡ് രീതിയിൽ എന്താണെന്ന് കംപ്ലീറ്റ് മനസ്സിലായില്ലെങ്കിലും ഈ കോഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ ഒരു കോൺഫിഡൻസ് ആയി. നമ്മൾ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായായിരുന്നോ? എങ്ങനെ ചെയ്യും പറയോ? കമന്റ് ചെയ്യോ? എന്തെങ്കിലും ചെയ്യോ? ഓക്കെ. അപ്പം കുറച്ചു പേർക്കെങ്കിലും ഇത് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഞാൻ ഈ പലർക്കും മൊബൈൽ ഇഷ്യൂ ഉള്ള കാര്യം ഞാൻ ഒരു സെഷനും കൂടെ വെച്ച് അത് നമുക്ക് അത് ശരിയാക്കാം. ഇല്ലെങ്കിൽ ഗൂഗിൾ കൊളാബിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ അത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഒരു സെഷൻ വയ്ക്കാം, ഈ ഇഷ്യൂ ഉള്ളതൊക്കെ. പിന്നെ ഓക്കെ, അപ്പൊ അത് ടെൻഷൻ അടിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. പിന്നെ ഈ ഇത് നിങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഒരു അസൈൻമെന്റ് ഇടും. അപ്പം അത് ഈ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലാത്ത നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. ഡിഫിക്കൽട്ട് ആക്കത്തില്ല. നേരത്തെ പോലെ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാം. ഓക്കെ, അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളൂ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ചേർന്ന ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ആയിട്ട് ഇടുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം ഓരോന്ന് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ.
എല്ലാം കൂടെ ഉള്ള ഒരു എക്സൽ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ആയിരിക്കും ഇത് ചെയ്യാം അപ്ലോഡ് ചെയ്യും. ഓക്കെ.